നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അറ്റോമിക് മോഡൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇലക്ട്രോൺ പ്രോട്ടോൺ മാത്രം ഡിസ്കവർ ചെയ്ത സമയത്ത് ന്യൂട്രോണിൻ്റെ ഡിസ്കവറി ഞാൻ പറഞ്ഞു 1932 ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പേ ജെ തോംസൺ തന്നെ ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തു. ആ ആറ്റം മോഡൽ എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിനൊരു പുഡിങ് മാതിരി അല്ലേ. ആ പുഡിങ്ങിൻ്റെ അകത്ത് പ്ലം എങ്ങനെയാണോ ഇരിക്കുന്നത്, പുഡിങ്ങായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺസിനെയാണ്. അതിലെങ്ങനെയാണോ പ്ലം ഇരിക്കുന്നത് അല്ലേ, അതുപോലെയാണ് അതിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ്. ഒരു ഫീൽഡ് ഓഫ് പോസിറ്റീവ് ചാർജ് കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ ഫീൽഡ് ഓഫ് പോസിറ്റീവ് ചാർജ്. ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു തോംസൺ it was uniformly distributed. According to Thomson, the mass of atom was uniformly distributed. ആറ്റത്തിൻ്റെ ഒരു ഇയർ ശ്രദ്ധിക്കുക, 1898 ജെ തോംസൺ ന്യൂട്രോൺ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ്. സ്പെറിക്കൽ ഷേപ്പാണ് ആറ്റത്തിന്. അതിൻ്റെ റേഡിയസ് 10⁻⁻10 മീറ്റർ എന്നുള്ള ഒരു റേഞ്ചിലാണ് വരിക. പോസിറ്റീവ് ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. മോസ്റ്റ് സ്റ്റേബിൾ ഇലക്ട്രോൺ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി. എന്തുകൊണ്ട് ആറ്റത്തിന് ചാർജ് ഇല്ല അല്ലേ, എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോണും ഉണ്ട്. ആ വക കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ജെ തോംസണ് പറ്റി. പക്ഷേ ഫർദർ കുറേ എക്സ്പെരിമെൻറ്റ്സ് വന്നപ്പം ഫർദർ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ആറ്റം മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ടായി. അതുകൊണ്ട് പ്ലം പുഡിംഗ് മോഡൽ പിന്നീട് നമ്മൾ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്.